കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ 26-ാം വാർഡായ തുർക്കിയിൽ നിന്നും ജനവിധി തേടുകയാണ് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സാജിദ മജീദ്. ഇത്തവണ LDFിൽ നിന്ന് ഈ തുർക്കി വാർഡ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും കഴിയുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കായും ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അതിന് കൂടെ എനിക്ക് എല്ലാ പ്രവർത്തകരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണല്ലോ. ഈ നാടിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഈ നാട്ടിൽ തന്നെ ജനിച്ച് വളർന്ന ആളായതുകൊണ്ട് തന്നെ ഈ വാർഡിലുള്ള റോഡുകളും സൈഡും ഫുട്പാത്തുകളും എല്ലാം ഞാൻ ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന് എൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരായ എല്ലാവരും എനിക്ക് സപ്പോർട്ടായി ഉണ്ട്. നിലവിൽ കൗൺസിലർ ആയിരുന്നല്ലോ പുൽപ്പാറയില്. ഒരു കൗൺസിലർ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചു? പുൽപ്പാറ 2 സെക്ഷനായിട്ടാണ് എനിക്കുള്ളത് വാർഡ്. ഒന്ന് ഗൂഡലായി, പുൽപ്പാറ എന്നുള്ളത്. ഗൂഡലായിലെല്ലാ മുഴുവൻ വർക്കുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പുൽപ്പാറ പ്ലാന്റേഷൻ ആയതുകൊണ്ട് റോഡുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവിടെ പുൽപ്പാറക്കാരുടെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു അവിടെ ഒരു അംഗൻവാടി വേണമെന്ന്. 20 ലക്ഷം വെച്ച് ഞാനൊരു അംഗൻവാടി ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിൽ എന്താണ് അഭിപ്രായം? നമുക്ക് നല്ല അഭിപ്രായമാണ്. ഇവിടെ ജനിച്ചു വളർന്നു. ഈ പ്രദേശത്തുള്ള എല്ലാ പ്രദേശത്തുള്ള ആൾക്കാരറിയും. ഈ പ്രദേശത്തുള്ള വിഷയങ്ങളും ഒക്കെ പഠിച്ച് നല്ല എനിക്ക് ചെയ്യാൻ കഴിയും. 5 വർഷം ഞങ്ങൾക്കൊരു ദുരിതമായിരുന്നു. ആ ദുരിതം കരകയറി വരാനുള്ള പ്രയത്നമാണ് ഞങ്ങളെല്ലാവരും. അതിന് ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ പരമാവധി ആ സ്ഥാനാർത്ഥിനെ ബഹുഭൂരിപക്ഷവും ജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും താഴെഘട്ടങ്ങളിലും ശരി മേലെഘട്ടങ്ങളിലും ശരി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നിലാണ് ഞങ്ങൾ ജയിച്ചിട്ടോ പിന്മാറുകയുള്ളൂ. തുർക്കിയിലെ പ്രദേശവാസിയായ ജംഷീദിന് ഈ വാർഡിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിലർ. പക്ഷേ ഒരു വിചാരിച്ച ലെവലിലേക്ക് നമ്മുടെ പ്രദേശത്തിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ മെയിൻ കാരണം നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന 2 റോഡുകൾ, അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇവിടെയുള്ള ഓരോ ആൾക്കാർക്കും നമ്മൾ പറയാൻ തന്നെ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കാനും അതുപോലെ ഈ നാടിൻ്റെ ഓരോ പൾസ് പറഞ്ഞിട്ട് ഓരോ വികസനങ്ങൾ പറഞ്ഞിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിനെ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു സ്ഥാനാർത്ഥിനെയാണ് ഇപ്രാവശ്യം UDF കണ്ടെത്തിയിട്ടുള്ളത്. അതും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു സാധാ കുടുംബത്തിൽ ജനിച്ച ഒരു ആളെ തന്നെയാണ് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ വീട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും മനസ്സിലാകുന്ന തരത്തിൽ തന്നെ മുപ്പത്തിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ തന്നെ ജനങ്ങൾക്ക് സാധിക്കും. ഏത് സമയത്തും നമുക്ക് മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സമയത്തും ആണെങ്കിലും ജനങ്ങളെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ പറ്റുന്ന നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ജനങ്ങൾക്ക് അതിലുള്ളൊരു നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ സ്ഥാനാർത്ഥിനെ പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായമൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് വോട്ടായിട്ട് വരും തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. UDFന്റെ പ്രവർത്തകനായ ഷാജി KP നമ്മളുടെ കൂടെയുണ്ട്. എന്താണ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാനുള്ളത്? ഈ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഈ നിലവിലെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ സ്ഥാനാർത്ഥി സാജിദ മജീദ് നിലവിലെ പുൽപ്പാറ കൂടുതലായി കൂടുന്ന ആ ഒരു കൗൺസിലറാണ്. അവിടെ ഒരുപാട് വികസനങ്ങൾ അവളാൽ കഴിയുന്ന വിധത്തിൽ കൊണ്ടുവരാൻ സാധിച്ച ഒരു കുട്ടി തന്നെയാണ്. പിന്നെ ഇവിടെ ജനിച്ചു വളർന്ന് ഗോഡ്ലായിലേക്ക് കല്യാണം കഴിച്ചു വിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ആയിട്ട് നല്ല ആത്മബന്ധം പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഈ തുർക്കി വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാസ് നഗർ, എരഞ്ഞിവയൽ, തുർക്കി ഈ ഭാഗങ്ങൾ എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു വാർഡാണ് ഇത്. അതിലൊക്കെ ഈ റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും അത് അറിയുന്നൊരു സംഗതിയാണ്. ഞങ്ങൾ മെയിനായിട്ട് ഈ സാജിദ മജീദ് ഇവിടെ വന്ന് മത്സരിക്കാൻ പാർട്ടി നിയോഗിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഈ റോഡാണ് ഏറ്റവും ഫസ്റ്റിൽ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചത്. അത് ഞങ്ങൾ അവരടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അവർ വൃത്തിയായി ചെയ്യാൻ കഴിയും, ഒക്കെ ചെയ്യാൻ സാധിക്കും എന്നൊരു ബോധ്യം ഞങ്ങൾക്കുമുണ്ട്. അത് അവർ ചെയ്തു തരാം എന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. ഇതാണ് ഞങ്ങൾക്കിതിൽ പറയാനുള്ളത്. നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്, എല്ലാവരുമായിട്ട് ബന്ധങ്ങൾ പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മളെ കൽപ്പറ്റ തുർക്കിയിൽ തന്നെ ജനിച്ച് വളർന്നതുകൊണ്ട് എല്ലാവർക്കും അത് അറിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് നല്ല ഒരു വിജയം സമ്മാനിക്കുക എന്നുള്ളത് തുർക്കിക്കാരായ ഈ തുർക്കി വാർഡിലുള്ള ഞങ്ങളുടെ ഒരു അഭിലാഷമാണ്. അത് ഞങ്ങൾ നടത്തിയിരിക്കും. നല്ല ഒരു വോട്ടിന് വിജയിപ്പിച്ചെടുക്കും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്.
LDFന്റെ കയ്യിൽ നിന്നും തുർക്കി വാർഡ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സാജിദ മജീദും തുർക്കിയിലെ UDF പ്രവർത്തകരും. ദേവനന്ദ, News 1, കൽപ്പറ്റ.